ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്ന് മഴയൊക്കെ എങ്ങനെയുണ്ട്? തൃശ്ശൂർ ജില്ലയിൽ 2-3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. നമുക്ക് സ്കൂളുകൾക്കൊക്കെ ഇന്ന് അവധിയാണ്. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ തേച്ച് യൂണിഫോമൊക്കെ കയറ്റാണ് ചെയ്യുക. നമ്മൾ തേക്കുമ്പോഴേ കംഫർട്ടിൻ്റെ ലിക്വിഡ് ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് അതിങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് സ്പ്രേ ചെയ്തിട്ട് അടിച്ച് തേക്കും. അപ്പം നമ്മളുടെ യൂണിഫോമിനൊക്കെ ഒരു നല്ല മണം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇപ്പം തേച്ച് മടക്കി വെച്ച് കഴിയുമ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ ലേശം ഈർപ്പുണ്ടാവും മഴക്കാലത്ത്. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല പ്ലാസ്റ്റിക് കവറൊക്കെ വിരിച്ച് പിന്നെ അതിൻ്റെ മീതെ ഒരു പഴയ തുണി വിരിച്ചിട്ടാണ് നമ്മൾ വെക്കുക തുണികളൊക്കെ മടക്കി. പിന്നെ ഇതുപോലെ തന്നെ കംഫർട്ട് ലിക്വിഡിൻ്റെ ഒരു പഞ്ഞിയിൽ എടുത്തിട്ട് നമ്മൾ ഈ കബോർഡിനകത്ത് വെക്കുക. അപ്പോൾ ഒരു നല്ല മണം വരും. പണ്ട് കാലത്തൊക്കെ നമ്മൾ പഴയ സോപ്പിൻ്റെ കവറൊക്കെ വെക്കില്ലേ അലമാരിൽ, അപ്പോൾ ഒരു നല്ല മണമൊക്കെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ കബോർഡ് ഒന്ന് ഒതുക്കാമെന്ന്. കുറച്ച് വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമല്ലോ എന്ന് വെച്ചു. നമ്മൾ മാസത്തിലൊന്നെങ്കിലും കബോർഡുകളൊക്കെ ഇങ്ങനെ ഒതുക്കണം, കാരണം അത്രയും അലമ്പാവും. നമ്മൾ എടുത്ത് കൊടുത്ത് വെക്കണം. എന്നിരുന്നാലും ചില സമയത്ത് ഞാനടക്കവും ആ ചിട്ട പാലിക്കാൻ പറ്റാറില്ല. അങ്ങനെ ഞാൻ ബുക്കുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കബോർഡൊന്ന് തുടച്ച് ഒന്ന് ബ്രൗൺ പേപ്പറൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്ത് വീണ്ടും ബുക്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എനിക്ക് ഒത്തിരി ബുക്കുകളൊന്നും ഇല്ലെങ്കിലും വായിച്ച കുറച്ച് പുസ്തകങ്ങളാണ് ഇത് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് വായിക്കാനും ബാക്കിയുണ്ട്. ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കാവൽക്കാരി എന്ന് പറഞ്ഞ പുസ്തകം. പിന്നെ നമ്മുടെ ജോസഫ് അന്നംകുട്ടി ജോസഫിൻ്റെ ആരും കാണാത്ത യുദ്ധങ്ങൾ, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ എൻ്റെ കബോർഡ് ഒതുക്കലൊക്കെ കഴിഞ്ഞു. മനസ്സിന് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അത് അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾക്കും എൻ്റെ കൂടെ കൂടി ഒന്ന് ഒതുക്കാട്ടോ കബോർഡ്സൊക്കെ. ഓണല്ലേ വരണേ. നമുക്ക് ഓരോ കബോർഡായിട്ട് ഈ മാസത്തിൽ 25-ാം തീയതിക്ക് ആകുമ്പോഴേക്ക് എല്ലാം അവിടെ ഒതുക്കി കഴിയണ്ടേ. നമുക്ക് ഓരോ കബോർഡായിട്ട് ഒതുക്കി സെറ്റാക്കി എടുക്കാം. നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഒരു കൊട്ട നിറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്ത് നമുക്കിവിടെ ഓണത്തിൻ്റെ എക്സാം സ്റ്റാർട്ടായിട്ടുണ്ട്. അതിനുള്ള പഠനത്തിലേക്ക് അവർ പോവും. ഇന്ന് മുടക്കായതുകൊണ്ട് നാളത്തെ എക്സാമിന് നല്ലൊരു ഇതായിട്ട് പഠിക്കാൻ പറ്റി. നമ്മളിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ബ്രെഡായിരുന്നു. കുർബാനയ്ക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഇന്നലെ നമ്മൾ പോർക്കിറച്ചിയിൽ കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ബ്രെഡിൻ്റെ കൂടെ അത് മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പണി എളുപ്പമായി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു.